അല്ല, കോൺഗ്രസിലെ അടിമകള് അവരുടെ ഒരു കുടുംബം തീരുമാനിക്കുന്നത് പോലെയല്ലേ കാര്യങ്ങൾ. അവരെ ഗാർഗേജ് തന്നെ അവിടെ വെറുതെ ഇരിക്കുന്നതല്ലേ. പിന്നെ ഇവിടുത്തെ കോൺഗ്രസുകാരുടെ കാര്യം എന്തിനാണ് പറയുന്നത്? അപ്പൊ ഇത് വളരെ വ്യക്തമല്ലേ. ഞാൻ പറഞ്ഞല്ലോ, കുടുംബമാണ് എന്ന് പറഞ്ഞതിന്റെ പൊരുൾ എന്റെ കുടുംബമാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പെരുന്നാളൊന്ന് മുതലെടുക്കാൻ ശ്രമിച്ച കുറച്ചുപേർ ഒരു ഭാഗത്ത്, കിട്ടിയ സീറ്റ് ദാനം ചെയ്ത് ഉള്ളത് നിലനിർത്താൻ മറ്റു ചിലർ വേറൊരു ഭാഗത്ത്, തോറ്റ സകലമാന ചളുപ്പ് മാറ്റിവെച്ച് കണ്ണിൽ കണ്ടവരെല്ലാം കുറ്റം പറയാൻ മറ്റു ചിലർ പരക്കം പായുന്നു. അമ്പോ, ഇന്നത്തെ കഥകൾ പല വിധാണ് കേട്ടോ. കാത്തു സൂക്ഷിച്ചൊരു തൃശ്ശൂർ സീറ്റ് ഗോപി കൊത്തി പോയി, സുരേഷ് ഗോപി കൊത്തി പോയി. നോക്കി വെച്ചൊരു കണ്ണൂർ കോട്ട നോട്ടം തെറ്റിയാൽ പോകും, ഇനി നോട്ടം തെറ്റിയാൽ പോകും. കയ്യിൽ വന്നൊരു വയനാടൻ സീറ്റ് കൊണ്ട് കളഞ്ഞിട്ട് പോലെ, അയ്യോ കൊണ്ട് കളഞ്ഞിട്ട് പോലെ. തൃശ്ശൂർ ഞാനിങ് എടുക്കുവാ എന്ന് സുരേഷ് ഗോപി പല തവണ പറഞ്ഞപ്പോഴും ട്രോള് കൊണ്ട് അദ്ദേഹത്തെ കൊല്ലുമല്ലായിരുന്നോ മലയാളി. അവസാനം എന്തായി? തൃശ്ശൂർ എടുത്തു എന്ന് മാത്രമല്ല, പുള്ളിക്കിപ്പോ കണ്ണൂർ കൂടി വേണം എന്ന് പറഞ്ഞിരിക്കല്ലേ. ഒന്നുമില്ലെങ്കിലും എതിരിടാൻ നമ്മുടെ സഖാക്കന്മാർക്ക് പോരാളി ഷാജിയെ പോലെ നല്ല ഉഷിരൻ സൈബർ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ജയരാജൻ സഖാവിന്റെ കയ്യിലിരിപ്പുണ്ട്. ഇപ്പോൾ അതും ഇല്ലാതായിരിക്കുകയാണ്. അവരുടെ കാര്യം അങ്ങനെ ഒരു തീരുമാനത്തിലായി. അപ്പോ ദേ തൂത്തുവാരി വിജയിച്ച മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിയുകയാണെന്ന്. തനിക്ക് പകരം അവിടെ ഇനി പ്രിയങ്ക ഉണ്ടാകുമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി നൈസിന് വയനാട് അങ്ങ് ഒഴിഞ്ഞു. അപ്പോ ബുദ്ധിമാനായ വിഡ്ഢിയെന്ന് സ്വയം വിശ്വസിക്കുന്ന അനിൽ ആന്റണി രംഗത്തെത്തി. The Congress party, through each of its actions, it is showing very clearly that it is a party that is by a family, of a family and for a family. കോൺഗ്രസിൽ കുടുംബാധിപത്യമാണെന്ന്. അപ്പോൾ സാറെങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നത്? അല്ല, കോൺഗ്രസിൽ വന്നത്? പിന്നെ BJPയിലേക്ക് എത്തിയത്? സാറിൻ്റെ അച്ഛനും ഒരു പാർട്ടിക്കാരനല്ലായിരുന്നോ? അനിൽജി അങ്ങോട്ട് അരങ്ങൊഴിഞ്ഞപ്പോൾ അടുത്തതായി എത്തി സുരേന്ദ്രൻജി. വയനാട്ടുകാർ ഇത്രയും കരുതിയില്ല. കാരണം കുടുംബക്കാരെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനാണ് തീരുമാനം എന്നുള്ളത് ഇപ്പോഴാണ് വയനാട്ടുകാർക്കും കേരളക്കാർക്കും മനസ്സിലായത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇനിയിപ്പോൾ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട്. അളിയൻ വാദ്രയെ കൂടി പാലക്കാട് മത്സരിപ്പിച്ചാൽ സമ്പൂർണമായി കേരളത്തിലെ കോൺഗ്രസിന്റെ കുടുംബാധിപത്യം. എത്ര തവണ സ്വയം തോറ്റു പോലും അറിയില്ല. എന്നാലും ഫലിതത്തിലൂടെ കളിയാക്കാനുള്ള കോൺഫിഡൻസ് സമ്മതിച്ചേ മതിയാവും. പിന്നെ എപ്പോഴും കുടുംബമാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് സ്വന്തം കുടുംബത്തെ പറ്റിയാണെന്ന് പറയാനും സുരേന്ദ്രൻജി മടിച്ചില്ല. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഇനി പ്രിയങ്ക ഗാന്ധിയുടെ ഹസിന് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? റോബർട്ട് വാദ്രയുടെ മാധ്യമങ്ങളെല്ലാം തന്നെ ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: പ്രിയങ്ക പാർലമെന്റിൽ എത്തണമെന്നാണ് എന്റെ അഭിപ്രായം. ഉചിതമായ സമയത്ത് ഞാനും കൂടി പാർലമെന്റിൽ അങ്ങ് എത്തുമെന്ന്. എങ്ങനെ ഇരിക്കുന്നു? ഇത് അവസാനം എന്തായിത്തീരുമെന്ന് കണ്ടു തന്നെ അറിയാം. നന്മയുള്ള ലോകമേ. പെരുന്നാൾ കഴിഞ്ഞുടൻ എക്സിൽ ട്രെൻഡിംഗ് ആയ ഒരു വാർത്തയുണ്ട് കേട്ടോ. ഡൽഹിയിൽ ജൈനമതത്തിൽപ്പെട്ട കുറച്ചു പേർ ചേർന്ന് 15 ലക്ഷം രൂപ പിരിച്ചെടുത്ത് തുടർന്ന് ബലിപെരുന്നാളിന്റെ തലേ ദിവസം മാർക്കറ്റിൽ ചെന്ന് വില പേശി 124 ആടുകളെ അവിടെ നിന്ന് വാങ്ങി ചാന്ദിനി ചൗക്കിലെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് കെട്ടിയിട്ടു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ആടിനെ വാങ്ങി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ടത് എന്തിനാണെന്ന്. ബലി കൊടുക്കാനല്ല, മറിച്ച് പെരുന്നാൾ ദിവസം ഇതിനെയൊക്കെ അറുത്ത് മുറിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്താനാണ് ഈ ശ്രമം എന്നാണ് വാദം. ജുമാ മസ്ജിദിൽ നിന്ന് ഏകദേശം 500 മീറ്റർ അകലെ മാത്രമാണ് ചാന്ദിനി ചൗക്കിലെ ഈ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് ഈ 124 എണ്ണത്തെയും ഒരുമിച്ച് കെട്ടിയിട്ട് ആടിന്റെ വക ശബ്ദവും ഒക്കെ കൂടി വന്നപ്പോൾ രക്ഷകനായി അവിടെ എത്തിയവരിൽ ഒരാൾ ദി പ്രിന്റിന്റെ റിപ്പോർട്ടറോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അവർക്കറിയില്ലല്ലോ ഞങ്ങൾ അവരെ രക്ഷിച്ചോണ്ട് വന്നത് എന്തിനാണെന്ന്. അവർക്ക് ഞങ്ങൾ പുതിയ ജീവിതം നൽകുകയായിരുന്നു. കശാപ്പ് ചെയ്യാൻ കൊണ്ടുവന്നതാണെന്ന് കരുതി അവർ ബഹളം വെച്ചപ്പോ ജൈനമത മന്ത്രങ്ങൾ കേൾപ്പിച്ച് അവരെ ശാന്തരാക്കിയെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ന്യൂസിൽ പറയുന്നത് വെച്ചാണെങ്കിൽ ഒരിടത്ത് കശാപ്പിന്റെ ആവേശവും മറ്റൊരിടത്ത് ജീവൻ രക്ഷിച്ചതിന്റെ ആഘോഷവുമായിരുന്നു നടന്നത്. അത് മാത്രമല്ല, ഇതിനൊക്കെ കാണാനും കാലിത്തീറ്റയൊക്കെ വാങ്ങി നൽകാനും ഒക്കെ ആയിട്ട് അവിടെ ആളുകളുടെ തിരക്കായിരുന്നത്രേ. ഈ പെരുന്നാൾ സമയം മാത്രം വരുന്ന ഈ സ്നേഹം അത്ര നല്ലതല്ല. കാരണം കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ തന്നെ പെട്ടെന്നുണ്ടായ ഈ സ്നേഹം പെരുന്നാൾ സ്പെഷ്യലാണെന്ന് മനസ്സിലാകും. ബിക്കോസ് 2023-24 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ
1,08,28,095 കിലോ ആടാണ് കയറ്റുമതി ചെയ്തത്. അതായത് ഒരു വർഷം ഏകദേശം 10 ലക്ഷത്തിലധികം ചെമ്മരിയാടിനെയാണ് കയറ്റുമതി ചെയ്തതെന്ന്. ആ നൊന്നും തോന്നാത്ത ഇഷ്ടം ഈ സമയത്ത് മാത്രം പെട്ടെന്ന് പൊട്ടിമുളച്ചതാണോ? ഇനി ബീഫിന്റെ കാര്യം എടുത്താലും പെരുന്നാളിന് ആടിന്റെ കാര്യത്തിൽ ഇത്രയധികം വിഷമിച്ച ആൾക്കാരോട് സ്പെഷ്യലായിട്ട് പറയാണ്, ബീഫ് കയറ്റുമതി രംഗത്തും നമ്മുടെ ഇന്ത്യ തന്നെയാണ് ലോകത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇനി അതിനെ രക്ഷിക്കാനും ഈ ശ്രമം ആവശ്യമാണ് കേട്ടോ.